IPL ഇന്ന് ഡബിൾ ഹെഡർ പോരാട്ടങ്ങളാണ്. ഉച്ചതിരിഞ്ഞ് 3:30 ഗുജറാത്ത് ടൈറ്റൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ രാത്രി 7:30 സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസും ഋഷഭ് പന്തിന്റെ LSGയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇന്ന് രാജസ്ഥാൻ റോയൽസിന് ജീവൻ മരണ പോരാട്ടമാണെന്ന് പറയേണ്ടി വരും. കാരണം സീസണിലെ ആദ്യ 7 മത്സരങ്ങളിൽ 2 വിജയം മാത്രമാണ് ആറാണ് നേടിയെടുക്കാൻ സാധിച്ചത്. പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ് നിലവിൽ അവരുള്ളതും. CSKയും SRHും മാത്രമാണ് നിലവിൽ രാജസ്ഥാൻ റോയൽസിനും പിന്നിലായിട്ടുള്ളവർ. ഏതായാലും ഇനിയുള്ള ഓരോ മത്സരങ്ങളും ആറാനെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ നിർണായകമാണ്. ഇനിയുള്ള ഓരോ തോൽവിയും പ്ലേ സ്ഥാനം അകലെയാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല. അതേസമയം LSGയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ മത്സരം അവർ CSKയോട് തോറ്റെങ്കിൽ കൂടി 7 കളികളിൽ ഇതിനോടകം തന്നെ 4 വിജയങ്ങൾ നേടിയെടുക്കാൻ LSGക്ക് സാധിച്ചിട്ടുണ്ട്. നിക്കോളാസ് പൂരനെയും മിച്ചൽ മാർഷിനെയും തടയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ രാജസ്ഥാൻ റോയൽസിന് അത് വലിയ പണിയാവാനുള്ള സാധ്യതയും കാണുന്നു. അതിനുവേണ്ടി ഇന്ന് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ കളിക്കാൻ ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കകളുണ്ട്. നമുക്കറിയാമല്ലോ, DCക്കെതിരായിട്ടുള്ള മത്സരത്തിനിടെ അദ്ദേഹത്തിന് പരിക്കേറ്റ് കൊണ്ട് റിട്ടയർഡ് ഹേർട്ടായിട്ട് മടങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നടന്ന സൂപ്പർ ഓവറിലും അദ്ദേഹം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ESPN ക്രിക്കറ്റ് ഫോർ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജു സാംസൺ ഡൗട്ട്ഫുൾ സ്റ്റാർട്ടർ ഫോർ ദ അപ്കമിംഗ് ഗെയിം അഗേൻസ്റ്റ് LSG എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസിന് വലിയ തിരിച്ചടി തന്നെയാണ്. തീർച്ചയായിട്ടും ടീം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഇഞ്ചുറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്കാൻ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും സഞ്ജു ഇന്ന് കളിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ പിന്നെ വൈഭവ് സൂര്യവംശിക്ക് അവസരം ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതേപോലെ തന്നെ വീണ്ടും റിയാൻ പരാഗ് ക്യാപ്റ്റൻസി സ്ഥാനം ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്യും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. സഞ്ജു സാംസൺ പൂർണ്ണ ഫിറ്റ്നസ് കൈവരിച്ചുകൊണ്ട് ഇന്ന് മുതൽ തന്നെ കളിക്കാൻ ഇറങ്ങട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്കും കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.